ഹായ് ഫ്രണ്ട്സ്, നഴ്സിംഗ് പ്രോസസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഇന്നലെ നമ്മൾ ഡെഫിനിഷൻ കണ്ടു, അഡ്വാൻറ്റേജസ് കണ്ടു, ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു, പിന്നെ 5 സ്റ്റെപ്പുകളാണ്. അതിലെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റിൽ തന്നെ വരുന്നതാണ് കളക്റ്റിംഗ് ഡേറ്റ, പിന്നെ സോഴ്സസ് ഓഫ് ഡേറ്റ. ഇത്രയാണ് കണ്ടത്. ഇന്ന് നമുക്ക് മെത്തേഡ്സ് നോക്കാം. മെത്തേഡ്സ് ഇൻ്റർവ്യൂ മെത്തേഡാണ് ഒന്നാമത്തേത്. ഈ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതായിരിക്കും, അതുപോലെ ഒരു ഓർഗനൈസ്ഡ് രീതിയിലായിരിക്കും ചെയ്യുക. പിന്നെ എന്താണ്, വെർബൽ ഇൻട്രാക്ഷൻ അതിനകത്ത് വരുന്നുണ്ട്. ആരൊക്കെ തമ്മിൽ? നേഴ്സും പേഷ്യൻറ്റും തമ്മിൽ. 3 രീതിയിലുണ്ട്: സ്ട്രക്ചേർഡ് ഓർ ഡിറക്റ്റ്, സെമി സ്ട്രക്ചറൽ, നോൺ സ്ട്രക്ചേർഡ് ഓർ നോൺ ഡിറക്റ്റ്. സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സെറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും, അതും ഫിക്സ്ഡ് ഫോർമാറ്റിൽ. ക്ലിനിക്സിലൊക്കെ പോകുമ്പം ഹിസ്റ്ററി കളക്ഷൻ ഉണ്ട്. ഹിസ്റ്ററി കളക്ഷനകത്ത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ പാസ്റ്റ് ഹിസ്റ്ററിനെ കുറിച്ച് ചോദിക്കും, സർജറീസിനെ കുറിച്ച് ചോദിക്കും, മെഡിക്കേഷൻസിനെ കുറിച്ച് ചോദിക്കും, അലർജീസിനെ കുറിച്ച് ചോദിക്കും. അങ്ങനെ സെമി സ്ട്രക്ചർ എന്ന് വെച്ചാൽ അതൊരു മിക്സാണ്. ഫിക്സ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ടാകും, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. എന്ന് വെച്ചാൽ എസ് ഓർ നോയിൽ ഒതുക്കാൻ പറ്റാത്ത കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. നോൺ സ്ട്രക്ചർ എന്ന് വെച്ചാൽ വളരെ ഫ്രീ ആയിട്ട് പോകുന്നൊരു മെത്തേഡാണ്. പേഷ്യൻറ്റിന് എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് എല്ലാം എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മളെന്താണ് ഒരു സർജറിനെ കുറിച്ച് ചോദിക്കുന്നു, അപ്പം പേഷ്യൻ്റ് എന്താണ് ഒരുപാട് കാര്യങ്ങൾ അതിനെ റിലേറ്റ് ചെയ്ത് പറയുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നേഴ്സസ് എന്താണ് തിരിച്ച് അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അതാണ് ഇതിനകത്ത് സംഭവിക്കുക. അതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് ഒബ്സർവേഷണൽ മെത്തേഡ്. അതായത് നമ്മൾ 5 സെൻസുകളും യൂസ് ചെയ്യുവാണ് ഇത് ചെയ്യുന്നത്. സൈറ്റ് ഉണ്ട്, ഹിയറിംഗ് ഉണ്ട്, സ്മെല്ലുണ്ട്, അതുപോലെ ടച്ച് ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ. ഇപ്പോൾ സൈറ്റ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ കളറും വൂൺസ്, പോസ്ചർ, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഹിയറിങ്ങിലേക്ക് വരുവാണെങ്കിൽ എന്താണ് ബ്രെഡ് സൗണ്ട്സ്, ബൗവൽ, അതുപോലെ അബ്നോർമൽ ഹാർട്ട് സൗണ്ട്സ് ഒക്കെയാണ്. സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൂണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ, പിന്നെ ആൽക്കഹോൾ അതിൻ്റെ മണമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ടച്ച് കൊണ്ട് എന്താണ് സ്കിന്നിൻ്റെ ടെമ്പറേച്ചർ, എഡീമയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പൾസേഷൻസ്. പിന്നെ മൂന്നാമത്തെ മെത്തേഡാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. അത് ശരിക്കും 4 രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. 5 രീതിയിലാണ് മിക്ക പുസ്തകത്തിലും പറയുന്നത്. 5ാമത് ഓൾഫാക്ഷനാണ്. എങ്കിലും ഇവിടെ നമ്മൾ 4 രീതി ഓർത്താൽ മതി. ഇൻസ്പെക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന, ഇപ്പോൾ ഒരു വൂണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പെക്യുലാരിറ്റീസ്, അതായത് റെഡ്നെസ്, എന്തെങ്കിലുമൊക്കെ സ്വെല്ലിംഗ് ഉണ്ടോ, അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പാൽപേഷൻ എന്ന് വെച്ചെന്നാൽ നമ്മുടെ ഹാൻഡ്സ് ഉപയോഗിച്ച് ആ ഒരു പൾസേഷൻസും ടെമ്പറേച്ചറും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ലിം നോഡ്സൊക്കെ എന്തെങ്കിലുമൊക്കെ നോഡുണ്ടോ എന്നൊക്കെ നമ്മൾ പാൽപേറ്റ് ചെയ്ത് നോക്കുമല്ലോ. പെർക്കഷൻ എന്ന് വെച്ചാൽ ബോഡി സർഫസിൽ നമ്മൾ ടാപ്പ് ചെയ്യും. അപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഫ്ലൂയിഡ് ഫീൽഡ് ഏരിയയിലൊക്കെ ഒരു ഡൾ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഓസ്കൾട്ടേഷൻ എന്താണ്, സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ലിസൺ ചെയ്യുന്നതിനെയാണ്. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു, ഇപ്പം ഡേറ്റ കളക്ട് ചെയ്തു. ഇനി എന്താണ്, ഈ കിട്ടിയ ഡേറ്റേനെയെല്ലാം എന്ത് ചെയ്യണം, ഒരു മീനിങ് ഫുൾ കാറ്റഗറീസിലേക്ക് നമ്മൾ ഓർഗനൈസ് ചെയ്യണം. അതാണ് ഓർഗനൈസിങ് ഡേറ്റ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ് ഉണ്ടല്ലോ, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ 1-നകത്ത്. എങ്ങനെയാണത് പറയുന്നത്? താഴെ നിന്ന് തുടങ്ങുവാണെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ട്, സേഫ്റ്റി നീഡ്സ് ഉണ്ട്, ലവ്, സെൽഫ് എക്സ്റ്റീം നീഡ്സ്, ആക്ച്വലൈസേഷൻ, അങ്ങനെയാണത് പോകുന്നത്. അപ്പോൾ ആ ഒരു ബേസിക് എന്ന് വെച്ചാൽ നമുക്കറിയാം ഓരോന്നിനും പ്രയോറിറ്റി കൊടുക്കണം അല്ലേ. ഇപ്പോൾ ഒരു രോഗിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യണം. അതാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ വരുന്നുണ്ട്. പിന്നെ ബോഡി സിസ്റ്റം മോഡൽ, അതായത് ഇപ്പോൾ കാർഡിയോ വാസ്കുലർ സിസ്റ്റം അനുസരിച്ച് പറയാം, GI സിസ്റ്റം അനുസരിച്ച് നമുക്ക് പറയാം. അങ്ങനെ ആ ഒരു നമുക്ക് കിട്ടിയതിനെയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് എന്തിൻ്റെയൊക്കെ രീതിയിലാണ്. അപ്പോൾ 1, 2 കണ്ടു. മൂന്നാമത് നന്ദയുടെ കാര്യവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെയാണ് ഈ വാലിഡേറ്റിംഗ് ഡേറ്റ. അതായത് നമുക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം കറക്റ്റ് ആണോ, ആക്യുറേറ്റ് ആണോ, കംപ്ലീറ്റ് ആണോ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതാണ് അവിടെ പറയുന്നത്. ഇപ്പം പേഷ്യൻറ്റ് പറയുവാണ് എനിക്ക് ശ്വസിക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. അപ്പം SpO2 നമ്മൾ നോക്കുക 88% വരുവാണെങ്കിൽ അത് കൺഫേം ചെയ്യും ഹൈപ്പോക്സി. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ട് പറയുവാണെങ്കിൽ, ഇപ്പം BP-യുടെ ഒക്കെ കാര്യമൊക്കെ ആണെങ്കിലും, ഇപ്പം പേഷ്യൻറ്റ് പറയുവാണ് എനിക്ക് BP കൂടുതലാണ്, അല്ലെങ്കിൽ ഞാൻ BPക്കൊക്കെ മരുന്ന് കഴിക്കുന്നതാണ്, അങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് BP ഒക്കെ നോക്കുമ്പോൾ ആ റേഞ്ചിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡോക്യുമെൻറ്റ് ചെയ്യണം. ഡോക്യുമെൻറ്റേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഏത് പ്രോസസ്സാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ആക്യുറേറ്റ് ആയിരിക്കണം. നമ്മൾ ഒരിക്കലും എന്താണ് നമ്മുടെ അസംഷൻസ് ഒന്നും ആയിരിക്കില്ല അവിടെ. പേഷ്യൻ്റ് ചിലപ്പം BP കൂടാം, അങ്ങനെയൊന്നും ഒരു രീതിയിൽ, അല്ലെങ്കിൽ BP എലിവേറ്റ് ചെയ്തിട്ട് നമ്മൾ കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റണം. ഇപ്പോൾ 140/90 mmHg BP, അപ്പം നമുക്ക് അതിൽ നിന്ന് തന്നെ അണ്ടർസ്റ്റുഡാണ് BP കൂടുതലാണ്. പിന്നെ കംപ്ലീറ്റ് ആയിരിക്കണം, സ്പേസ് ഒന്നും ഇങ്ങനെ വിടാനായിട്ട് പാടില്ല. കൺസൈസ് ആയിരിക്കണം. നമ്മുടെ മെഡിക്കൽ ആബ്രിവേഷൻസ് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിരിക്കണം.
പിന്നെ എന്താണ് കോൺഫിഡൻഷ്യൽ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെല്ലാവരോടും ഇങ്ങനെ പേഷ്യൻ്റ് ഇന്നതാണ് അങ്ങനെയാണ് അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. ഇപ്പം നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസൊക്കെ വരുവാണെങ്കിൽ കോൺഫിഡൻഷ്യലായിട്ട് ആ ഒരു പർട്ടിക്കുലർ അതോറിറ്റീസിനെ കാണിക്കേണ്ടതായിട്ട് വരുമ്പോൾ മാത്രം അത് കാണിക്കുക. പിന്നെ ടൈംലി ആയിരിക്കണം. നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ രേഖപ്പെടുത്തണം. കാരണം അല്ലെങ്കിൽ അത് എററൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ക്ലിയർ ആയിട്ട് എഴുതണം. അതാണ് ലെജിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു ഒന്നാമത്തേത് അസസ്മെൻറ്റിനകത്ത് വരുന്നത്. അസസ്മെൻറ്റിനകത്ത് നമുക്ക് ചെറിയ ഹെഡിങ്സ്, അപ്പം പഠിക്കുമ്പോഴാണല്ലോ അസസ്മെൻ്റ് എന്ന് എഴുതുക. അതിനകത്ത് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. കളക്റ്റിംഗ് ഡാറ്റ ഉണ്ടായിരുന്നു, ഓർഗനൈസിങ് ഉണ്ടായിരുന്നു, വാലിഡേറ്റിംഗ് ഉണ്ടായിരുന്നു, ഡോക്യുമെൻറ്റിംഗ് ഉണ്ടായിരുന്നു. കളക്റ്റിങ്ങിനകത്ത് നമുക്ക് വരുന്നതാണ് സോഴ്സസും ഉണ്ടായിരുന്നു, മെത്തേഡ്സും ഉണ്ടായിരുന്നു. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് എഴുതി വെക്കും കൂടെ ചെയ്യുക എന്ന് ഓർക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള ഡയഗ്നോസിസ് നമുക്ക് കാണാൻ പറ്റും. മെഡിക്കൽ ഡയഗ്നോസിസും നഴ്സിംഗ് ഡയഗ്നോസിസും. മെഡിക്കൽ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്താണ് ഒരു ഡിസീസ് കണ്ടുപിടിക്കുന്നു, അതിൻ്റെ പാത്തോളജി മനസ്സിലാക്കുന്നു, അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് പറയുന്നു, നമ്മളോട് പറയും. അപ്പോൾ ഇപ്പോൾ ഇൻസുലിൻ, ഇപ്പോൾ ഡയബറ്റിസ് മെല്ലിറ്റസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട് പറയുമല്ലോ, അതൊക്കെയാണ്. പിന്നെ നഴ്സിംഗ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് ഹെൽത്ത് പ്രോബ്ലംസിനോടൊക്കെ ഉള്ള ഒരു റെസ്പോൺസാണ്. അതായത് നമ്മൾ ഇപ്പം അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ഇനി നേരത്തെ ഞാൻ പറയാം നന്ദേനെ കുറിച്ചിട്ട്. നന്ദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത് നോർത്ത് അമേരിക്കൻ നഴ്സിംഗ് ഡയഗ്നോസിസ് അസോസിയേഷൻ എന്നാണ്. നമ്മുടെ ഈ നഴ്സിംഗ് ഡയഗ്നോസിസിനെ എല്ലാം വേൾഡ് വൈഡിൽ തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ആ ഒരു പ്രൊസീജിയർ സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്നതാണ് നന്ദ എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ്, ആ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അതായത് ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ എന്താണ്, അപ്പോൾ അത് വായിക്കുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ആ ഫോർമാറ്റൊക്കെ ഇപ്പം നമുക്ക് പഠിപ്പിക്കാം. പിന്നെ എന്താണ്, ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഹൈ ക്വാളിറ്റി സേഫ് പേഷ്യൻ്റ് കെയർ. പിന്നെ കോമൺ ലാംഗ്വേജ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റിങ്വിഷബിൾ നഴ്സിംഗ് റോൾ ഫ്രം ഫിസിഷ്യൻ റോൾ. കാരണം ഡോക്ടറിൻ്റെ ആ ഒരു രീതിക്കല്ല നേഴ്സിൻ്റെ ആ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. അത് നമ്മൾ ഈ കെയർ പ്ലാനൊക്കെ എഴുതുമ്പോഴാണ് അത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് ഹോളിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിൽ, അതായത് ഓവറോൾ ഒരു ഒരു അപ്രോച്ച്. പിന്നെ ഇതിനകത്ത് സ്റ്റെപ്സ് എന്ന് പറയുമ്പം നമ്മൾ ആദ്യമേ തന്നെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റണം. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ഡേറ്റാസും നമ്മൾ റിവ്യൂ ചെയ്യണം. അപ്പോൾ നോർമൽ വാല്യൂന്ന് എന്തൊക്കെ ഡീവിയേഷൻസ് ആണ് ഇതിന് സംഭവിച്ചിരിക്കുന്നത്, അങ്ങനെ നമ്മൾ ഡയഗ്നോസിസ് ചെയ്യണം. അങ്ങനെയാണല്ലോ നോർമലായിട്ടുള്ള ഇതിൽ നിന്ന് എന്താണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെയാണ് ഒരു രോഗത്തെ നമ്മൾ നിർണ്ണയിക്കുന്നത്. ഇനി അതുപോലെ തന്നെ റിസ്ക് ഫാക്ടേഴ്സ് ആക്ച്വലി ബയോളജിക്കൽ ഫാക്ടർ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ, എൽഡർലി ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കുണ്ടാകാം. മാൽന്യൂട്രീഷൻ, ക്രോണിക് ഡിസീസസ്, അതായത് ഡയബറ്റിസ്, COPD ഒക്കെ പോലത്തുള്ള രോഗം. സൈക്കോളജിക്കൽ പറയുമ്പോൾ ആൻസൈറ്റി, ഡിപ്രഷനൊക്കെയാണ്. എൻവിറോൺമെൻറ്റൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വെറ്റ് ഫ്ലോർ, നനഞ്ഞ ഫ്ലോർ, പിന്നെ പുവർ ലൈറ്റിങ്, സൈഡ് റെയിൽസ് ഒന്നും പ്രോപ്പറായിട്ട് വെച്ചിട്ടില്ലെങ്കിലും ഒക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് അനലൈസിങ് ഡേറ്റ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു നോർമലായിട്ടുള്ള സ്റ്റാൻഡേർഡ്സുമായിട്ട് അത് കമ്പയർ ചെയ്യണം. പിന്നെ നമ്മൾ അതിൽ നിന്ന് ഇൻഫറൻസ് ഉണ്ടാക്കി അങ്ങനെയാണുള്ള ഒരു രോഗമൊക്കെ നമ്മൾ നിർണ്ണയിക്കുന്നത്.